ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാനമായ വശമാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയം. അത് പരത്തി പറയുന്നതിന് പകരം ഏറ്റവും അവസാനം വന്ന ചർച്ച ചെയ്യപ്പെടുന്ന IS-നെ കുറിച്ച് ഒരു 5 മിനിറ്റ് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. അമേരിക്കക്കെതിരെ ഇറാഖ് ആസ്ഥാനമാക്കി സർക്കാവ് രൂപീകരിച്ചിട്ടുള്ളതാണ് ആദ്യകാലത്തെ IS. ആ സർക്കാവിയെ അമേരിക്ക കൊന്നു. അമേരിക്ക അദ്ദേഹത്തെ വധിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബുദ്ധി പ്രവർത്തിച്ചു. ഈ IS ഇനി ഏറ്റെടുക്കുന്നത് നമ്മളാളാകണം. അതോടുകൂടി അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും തീരും. അങ്ങനെയാണ് അന്ന് ഇറാഖിലെ ബുക്ക ജയിലിൽ തടവുകാരനായി പാർക്കുന്ന കൊലയാളിയായ ഇസ്ലാമിന്റെ ഉള്ളിലെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു, ഇന്നത്തെ IS-ന്റെ തലവൻ അബൂബക്കർ ബാഗ്ദാദി, അദ്ദേഹവുമായി ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ പ്രൈതികളും അമേരിക്കൻ ചാരസംഘടന പ്രൈതികളും സംസാരിച്ചു. ആ സംസാരിച്ചുണ്ടാക്കിയ ധാരണയനുസരിച്ച് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നതിന്റെ തെളിവെന്താ? ഇറാഖ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്, പാവ ഗവൺമെന്റിനെ വെച്ചുകൊണ്ട്. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകൾ ഒരു പ്രയാസവും ഇല്ലാതെ IS തലവനായ കൊലയാളിയായ ഇസ്ലാമിന്റെ ശത്രുവായ അബൂബക്കർ ബാഗ്ദാദിയും കൂട്ടരും വളരെ സ്പീഡിൽ അങ്ങ് കഴിഞ്ഞു പോന്നു. ഒരു അമേരിക്കൻ പട്ടാളവും തടഞ്ഞില്ല. ഇത് നമ്മോട് പറയുന്നത് കൈരളി ചാനൽ, അവരുടെ പൊളിറ്റിക്കൽ ഡെസ്ക്. ആരെയാണ് അവർ ഉദ്ധരിച്ചത്? എഡ്വേർഡ് സ്നേഡൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈരളി ചാനൽ ഈ വാർത്ത പുറത്തുവിട്ട്. അടുത്ത എന്റെ ചോദ്യം, IS ഏറ്റവും കൂടുതൽ വധിച്ചത് ആരെയാണ്? ഉത്തരം 99% മുസ്ലിമീങ്ങൾ. അപ്പൊ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിങ്ങളെയാണല്ലേ കൊല്ലുക? 99% മുസ്ലിമീങ്ങളെ കൊന്നു. എന്താ ഇസ്രായേൽ പഠിച്ചു ന്യായം എന്താണെന്നറിയോ? IS-ന്റെ തലവൻ അബൂബക്കർ ബാഗ്ദാദി പറഞ്ഞു, ഞാനാണ് ഖലീഫ. മൂപ്പര പ്രഖ്യാപിക്കുക, എന്നെ അംഗീകരിക്കാത്തവരൊക്കെ കാഫിരിങ്ങൾ. അപ്പൊ എന്തായി? അദ്ദേഹത്തെ അംഗീകരിക്കാത്ത എല്ലാ ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ആൾക്കാരൊക്കെ കാഫിറുകളായി. അപ്പൊ മൂപ്പര് കൊന്നതാരെയാ കാഫിരിങ്ങളെ? അമേരിക്ക പഠിച്ചിട്ട് ബുദ്ധി നോക്കിയ. ഇനി നമുക്കൊരു സംശയമുള്ളൂ, സിറിയയിൽ നിന്നും വളരെ ചെറിയ ദൂരേ ഉള്ളൂ ഇസ്രായേലിലേക്ക്. അറിയാതെ പോലും ഒരു ബോംബ് ഇസ്രായേലിലേക്ക് പോയില്ല. IS-ന്റെ ഭാഗത്ത് അറിയാതൊന്നും എറിഞ്ഞു പോയിണ്ടല്ലോ. ഇല്ല, യജമാനനാ അവിടെ ഉള്ളത്. മനസ്സിലായോ? ഇനി സഹോദരങ്ങളെ, പാരീസിൽ അക്രമം നടന്നു. പാരീസ് ഗ്രൗണ്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നു. ആ അക്രമത്തിൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, അവന്റെ പെങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ആങ്ങള ഇന്നേ വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ IS-ന്റെ ഉള്ളത് ബോംബെറിയാൻ പോയതാ, പാരീസിലെ ആൾക്കാരെ കൊല്ലാൻ പോയതാ, നിസ്കരിക്കുന്ന പരിപാടിയില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ തോറ്റപ്പോ ഹരത്തിന് പോയി ചേർന്നതാത്രേ. ഇങ്ങനെ ഹരത്തിനുള്ള ഇസ്ലാം, നിസ്കരിക്കാത്തവരുള്ളതാ ഇസ്ലാം. അജ്മൽ കസബ്, ബോംബെയിൽ പിടിക്കപ്പെട്ട, ബോംബെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അജ്മൽ കസബ് പിടിക്കപ്പെട്ടു. മൂത്രം പരിശോധിച്ചപ്പോ ലഹരിയുടെ അംശം വളരെ കൂടുതൽ. പ്രവാചകൻ പഠിപ്പിച്ചതോ കുല്ലു മുസ്കിരിൻ ഹംറുൻ കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി നിഷിദ്ധം. ഒരു മുസ്ലിമിന് ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. ഇസ്ലാമിനെ ജയിപ്പിക്കാൻ വേണ്ടി കള്ളുടിക്കുക. ഇസ്ലാം രക്ഷപ്പെടാൻ വേണ്ടി കള്ളുടിക്കുക. ഇസ്ലാമിനെ രക്ഷപ്പെടാൻ നിസ്കരിക്കാൻ സമയമല്ല, തീവ്രവാദത്തിന് പോവുക. ഇത് ഇസ്ലാമാ? ഇത് ഇസ്ലാമാണോ സഹോദരങ്ങളെ? ഈ ചോദ്യം തളിപ്പറമ്പിലെ സലഫി വേദിയിൽ വെച്ച് മാത്രമല്ല, IS-നെതിരെ ഏറ്റവും കൂടുതൽ ഉത്ബോധനം നടന്നത് മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ ഹറമിലെ, മക്കയിലെയും മദീനയിലെയും മിമ്പറുകളിൽ നിന്ന് ഒന്നിലധികം തവണ നിരന്തരമായി IS-നെതിരെ ഖുർആനും ഹദീസും ഉത്ബോധിപ്പിച്ചു തീർന്നില്ല. ഈ കഴിഞ്ഞ ഹജ്ജിൽ അനൌദ്യോഗികമായ കണക്കനുസരിച്ച് 40 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ആ 40 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്ത ഹജ്ജിൽ
സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തി ആലു ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ മിനിറ്റുകൾ മാത്രം നീണ്ടുന്ന പ്രസംഗം നെറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അത് അറബിയിലാണല്ലോ, പരിഭാഷ അടിച്ചെടുത്ത അതും വരും. മലയാളം ഉണ്ടോന്ന് അറിയില്ല, ഇംഗ്ലീഷ് ഏതായാലും വരും. എന്താ ആലു ഷെയ്ഖിന്റെ 40 ലക്ഷം ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്? ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയവർക്കെതിരെ ഓരോ മുസ്ലിം വ്യക്തിയും ചെയ്യാൻ പറ്റിയത് ചെയ്യണം. എവിടുന്നാ ഉത്ബോധിപ്പിക്കുന്നത്? ഹജ്ജിൽ. പക്ഷേ അത് മനോരമയുടെ ഹെഡിങ് ആയില്ല, മാതൃഭൂമിയുടെ ഹെഡിങ് ആയില്ല, ദൃശ്യമാധ്യമങ്ങളിൽ ഹെഡിങ് ആയില്ല. പോപ്പ് 14 ആളോട് സംസാരിച്ച ഫസ്റ്റ് പേജിൽ വരണ്ടെന്നല്ല, 40 ലക്ഷം സദസ്സുള്ള ഒരു പ്രസംഗം എന്തുകൊണ്ട് മീഡിയ അവഗണിച്ചു? മീഡിയ തീവ്രവാദം. ആ പ്രസംഗം ആ മനുഷ്യന്മാര് വായിച്ചാൽ IS പോയിട അവിടുന്ന്. ഈ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഹജ്ജിലാ പ്രഖ്യാപിച്ചത്. അത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏത് വാർത്ത വരണമെന്ന് അമേരിക്ക തീരുമാനിക്കും, ഏത് വാർത്ത വരണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും, അല്ലെ? അല്ലെങ്കിൽ ഈ പ്രസംഗം നെറ്റിൽ പോയി കേട്ടോളൂ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, ISന്റെ പിന്നിൽ ഇസ്ലാമല്ല, ഇസ്ലാമിനെ നശിപ്പിന്നിട്ടോ പണിയെന്താ? ഇവര് ആൾക്കാരെ കൊല്ലുക, നേരെ നിർത്തിയിട്ട് തലങ്ങനെ വെട്ടുക. ആ ചിത്രം അമേരിക്കയിലേക്ക് കണ്ടോ? ഇസ്ലാം എന്താ മനുഷ്യനത് കഴിയോ? തലങ്ങനെ വെട്ടുകല്ലേ. കാരണം ഖുർആൻ, കാരണം ഖുർആൻ. ഇപ്പണിയൊക്കെ ചെയ്യാൻ കാരണം ഖുർആൻ. ഭയങ്കര കേട്ടോ ഖുർആൻ. എന്നാൽ അപ്പുറത്തോ ഇതേ അമേരിക്കൻ പാർലമെന്റിൽ അമേരിക്ക പറയുന്നു അമേരിക്കയിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. യൂറോപ്പിലെ ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. എങ്ങനെ യോജിക്കുന്നത്? ഒരു ഭാഗത്ത് തീവ്രവാദം, ബോംബ്, ചോര, അടുക്കാൻ പറ്റൂല. ഇപ്പുറത്ത് അവരെന്നെ പറയുക പഠിക്കപ്പെടാതിരിക്കണം, ഇസ്ലാമിലേക്ക് അടുക്കാനേ പാടില്ല. അതല്ലേ ലക്ഷ്യം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം.